അപ്പോൾ പ്രിയമുള്ളവർ ഓർക്കുക, അബ്രഹാം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവനായി. അബ്രഹാം കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഒരു ദർശനം കണ്ടു. എന്താ ദർശനം കണ്ടത്? ഒരു മരത്തിലൊരാട് കിടക്കുന്നു. നമ്മൾ വല്ലതും നോക്കിയിട്ട് വല്ലതും കാണുന്നുണ്ടോ? ദർശനം വല്ലതും കാണുകയില്ല. ഇതൊരു പ്രിയമുള്ളവർ, നമ്മൾ ഓരോ പടിപടിയായിട്ട് ഉയരുമ്പോഴാണ് നമുക്ക് ഈ ആത്മീയമായ ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അബ്രഹാം നേരത്തെ പലതും കണ്ടിട്ടുണ്ട്. അബ്രഹാം കണ്ടത് എന്നാണെന്നറിയോ? കൊച്ചുണ്ടാകാതിരുന്നപ്പോഴത്തേന് അബ്രഹാം നോക്കിയപ്പോൾ കണ്ടത് പിള്ളേരുമില്ല, ഒറ്റയ്ക്ക് നടുവേദനയായിട്ട് ഇവളെങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ, അറ്റാക്ക് വല്ലപ്പോൾ നമ്മൾ ചത്തുപോയി കഴിഞ്ഞാൽ ഞാനിനി ഒറ്റയ്ക്ക് ഈ ആടിനെയുമായിട്ട് നടക്കേണ്ടി വരും. ഞാനെങ്ങാനും മരിച്ചു പോയാൽ സാറായിക്കാണെങ്കിൽ ആടിൻ്റെ എണ്ണം അറിയാൻ മേല, കാൽക്കുലേറ്റർ നോക്കാനും അറിയാൻ മേല, അവളെന്നാ ചെയ്യും? ഇങ്ങനെ ടെൻഷനായിരുന്നു. കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോഴോ, ദൈവമേ 90 വയസ്സായ എനിക്ക് കൊച്ചുണ്ടായി, സാറായിക്ക് 80 വയസ്സാണ്. 80 വയസ്സിൽ ഞാനെങ്ങാനും മരിച്ചു പോയാൽ ഈ കൊച്ചിനെ ആരെടുത്തുകൊണ്ട് നടക്കും? ഇവന് വല്ലോ എട്ടും പൊട്ടും തിരിഞ്ഞിട്ടില്ല. ഈ ചെറുക്കനെയും കൊണ്ട് ഈ സാറ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ രണ്ടുപേരും തട്ടിപ്പോയാൽ ഇവൻ ഈ മരുഭൂമിയിൽ അനാഥനായി പോകുമല്ലോ. ഇങ്ങനത്തെ ചിന്തകൾ അബ്രഹാമിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കണ്ടോ, ദർശനം മോശ. സമർപ്പണം പൂർണ്ണമായപ്പോൾ കണ്ട ദർശനം അങ്ങനെയല്ല. ഇതാ ഒരു മരത്തേൽ ആട്. അതെന്ത് ദർശന? ആരും കണ്ടിട്ടില്ലാത്ത ദർശനം, ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത കാര്യം അബ്രഹാം കണ്ടു. ദർശനങ്ങൾ ഉയർന്ന ദർശനങ്ങളായി മാറണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആന്തരിക മേഖല ഉയരണം. ചിലർക്ക് ചുമ്മാ വലിയ വിലയില്ലാത്ത ദർശനം കാണും. ഒരിക്കലും ഒരാളൊരു ദർശനം കണ്ടതാണ്. പ്രിയമുള്ളവരെ, ദർശനം പുള്ളി പറഞ്ഞു. ദർശനം ഇതാണ്. കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഒരു വണ്ടി കാണുന്നുണ്ട്, ഒരു വണ്ടി. അപ്പോൾ അത് ചോദിച്ചു, എന്താ ഇതിൻ്റെ അർത്ഥം? വണ്ടി കാണുന്നു. ആ വണ്ടി ഏത് കമ്പനിയാണെന്നും കാണുന്നുണ്ട്. കൃത്യമായ വണ്ടിയും കമ്പനി സഹിതം കണ്ട്. വേറെ എന്തോരം വണ്ടി ഉണ്ടായിരുന്നറിയോ, പക്ഷേ ഈ കറക്റ്റ് വണ്ടി തന്നെയാണ് കണ്ടത്. ആ വണ്ടിയുടെ വോയേജർ എന്ന് പറഞ്ഞ പഴയൊരു വണ്ടിയുണ്ട്. ഇപ്പോഴത്തെ ഓംനി വാനിനേക്കാൾ ഇച്ചിരി വീതിയുള്ള, നീളമുള്ള, നല്ല AC ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് ഇത്. ദർശകൻ പ്രാർത്ഥിച്ചപ്പോൾ ഇതാണ് ദർശനത്തിൽ കണ്ടത്. എന്നിട്ട് പറഞ്ഞു, ഈ വോയേജർ വണ്ടി ധൈര്യമായിട്ടെടുത്തോ, എന്നിട്ട് നിനക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കും പോകാം, അതോടൊപ്പം പിള്ളേരെ സ്കൂളിൽ വിടാനായിട്ട്, പിള്ളേരെ കയറ്റിയിട്ട് സ്കൂളിൽ വിടുന്ന പരിപാടിയുണ്ട്, അതും ചെയ്യാം. ആ കൂട്ടത്തിൽ ദർശനം. പുള്ളി പോയി വോയേജർ വണ്ടി എടുത്ത്, അന്ന് വലിയ ലോൺ എടുത്താണ് എടുത്തത്. അവസാനം പ്രിയമുള്ളവരെ, വോയേജർ കമ്പനിയില്ല, അത് നന്നാക്കാനും പറ്റുകയില്ല. അവസാനം ഇതിൻ്റെ കടവും കടന്ന് അവൻ മുടിഞ്ഞ് നാശമായിട്ട് അവസാനം പ്രാഗി കുത്തി ഇവിടെ വന്ന്. കർത്താവ് നൽകിയ ദർശനമാണ്. എന്തിനായിരുന്നറിയാം ഈ ദർശനം കണ്ടത്? പ്രിയമുള്ളവരെ, ഈ വോയേജർ വണ്ടി, ഈ ദർശനം കണ്ട പുള്ളിക്ക് ഭയങ്കര താല്പര്യമാണ്. ഈ വണ്ടി അവനെക്കൊണ്ട് മേടിപ്പിച്ചിട്ട് അവൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 10 മണിയാകുമ്പോൾ ഫ്രീ ആവും. അത് കഴിഞ്ഞാൽ ഈ ദർശകന് ഈ വണ്ടി എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ളിടത്ത് പോകാം. അങ്ങനെ പോയി അവൻ്റെ കുടുംബം മുടിഞ്ഞ് തകർന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? മനസ്സ് ശുദ്ധമല്ല ദർശകൻ്റെ. ഇത് തന്നെ നിങ്ങൾക്ക് പ്രശ്നം. നമ്മൾ ഓരോന്നോരോന്ന് കാണും. ആ കാണുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സമർപ്പണം പൂർണ്ണമല്ലാത്തവൻ കാണുന്നതെല്ലാം വൈകല്യങ്ങളതേ കാണും. വൈകല്യങ്ങൾ കാണും. ഉദാഹരണത്തിന് യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെ തിരുശരീര രക്തം. നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിച്ച് വെച്ച് നല്ലോണം നിൽക്കും. മനസ്സ് നല്ലതല്ലാത്ത ഒരുത്തൻ നോക്കും, ഈ കുർബാന കൊണ്ട് കൊടുത്തല്ലേ 25,000 രൂപ കിട്ടുമെന്ന് പറയുന്നു. നമ്മൾ ഒരെണ്ണം കഴിക്കാനും മേടിക്കും, കാരണം പാപപരിഹാരത്തിന് വേണ്ടി ഒരെണ്ണം കഴിച്ച്, എന്നിട്ടെന്താണ്, ഒരെണ്ണം മേടിച്ച് പോക്കറ്റിൽ വിട്ടുകൊണ്ട് പോകും 25,000. ഇതാണ് മനസ്സ് ശുദ്ധമല്ലാത്തവൻ്റെ പ്രത്യേകത. അപ്പോൾ പ്രിയമുള്ളവർ, മനസ്സ് ശുദ്ധമാകണം. മനസ്സ് ശുദ്ധമായപ്പോൾ കണ്ട കാഴ്ച ദർശനത്തിനും പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത ദർശനം. ഈ ദർശനം ആർക്ക് മാത്രമേ അറിയാവുള്ളെന്നറിയോ? പിതാവായ ദൈവത്തിന് മാത്രം. പിതാവിൻ്റെ ചങ്കായത്. ചങ്കെന്ന് കേട്ടിട്ടില്ലേ? ഇപ്പം ചങ്ക്, അതാണ് പിതാവിൻ്റെ ചങ്കാണ് ഈ കാണുന്നത്. എന്താണെന്നറിയോ? പിതാവിൻ്റെ ചങ്കിനകത്തൊരു കാര്യമിരിപ്പുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കാൻ ഒരു കുഞ്ഞാടിനെ ഞാൻ അയക്കും. എൻ്റെ കുഞ്ഞാടിനെ. അപ്പൻ്റെ ഹൃദയം അത്.
പൈതൃക സ്ഥാനത്തേക്ക് ഉയരുന്ന സമർപ്പണം നടത്തിയപ്പോൾ സ്വന്തം കുഞ്ഞിനെ കൊടുത്ത് അബ്രഹാം മേടിച്ചെടുത്തത് പൈതൃക സ്ഥാനമാണ്. അതുകൊണ്ട് കാണുന്ന ദർശനവും അത്തരം ദർശനം, അപ്പം കാണുന്ന ദർശനമൊക്കെ കാണാൻ പറ്റി. അപ്പോൾ യേശു കാണുന്ന ദർശനത്തോടുകൂടി നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ പറ്റണമെങ്കിൽ യേശു നടത്തിയ സമർപ്പണം നടത്തണം, എന്നാലേ കാണത്തുള്ളൂ. ഇപ്പം നമ്മൾ കണ്ണടച്ചിട്ട് ആകപ്പാടെ കാണുന്ന എന്നതാ റബ്ബർ ഷീറ്റും അങ്ങനത്തെ ചിലരൊക്കെ ഭീകര കാഴ്ച കാണുന്നുണ്ട്. എന്താണ്? കണ്ണടച്ചപ്പോഴത്തേന് ആരാണ്ട് കുത്താൻ വരുന്നത്. അതൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഒരിക്കലൊരു സ്ത്രീ പറഞ്ഞു, എന്നെ ആരാണ്ട് കണ്ണടച്ചാൽ ഉടനെ ആരാണ്ട് കഴുത്തിന് പിടിച്ച് ഞെക്കുന്നു, എന്നെ കൊല്ലാൻ വരുന്നു, കഴുത്തിന് പിടിച്ച് എന്നെ കൊല്ലാൻ വരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുന്ന ആരാന്നറിയാവോ? ഇല്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പാപമാണ്, കുമ്പസാരിക്കണം. 8 വർഷമായി പ്രിയമുള്ളവരെ മൈഗ്രെയിൻ രോഗത്തിന് ഗുളിക കൈപ്പിടിച്ചുകൊണ്ട് നടന്ന സ്ത്രീയാണ്. ഒറ്റ കുമ്പസാരം. പിന്നീട് ഇന്നേ വരെ കഴുത്തിന് പിടിച്ചാരും ഞെക്കിയിട്ടുമില്ല, മൈഗ്രെയിൻ രോഗം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഈ കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊണ്ടിരുന്ന ആരാ? നമ്മുടെ മനസാക്ഷിക്കകത്ത് കയറിക്കൂടിയിരിക്കുന്ന ഒത്തിരി തിന്മയുണ്ട്. ഇനി അതിനെക്കുറിച്ച് വേറൊരു ക്ലാസ് ഇപ്പം വരും. നമ്മൾ ഈ തിന്മയും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അഹങ്കാരം ഉള്ളിൽ വെച്ച വ്യക്തിക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും മുറിവാണ്. ഇവിടെ മുറിവാണ്, നമുക്ക് മൊത്തത്തിൽ മുറിവാണ്. ഈ മുറിവുണ്ടായാലോ അതവിടെ ഇരുന്ന്, നമുക്കറിയാം ഏത് മുറിവുണ്ടെങ്കിലും നന്നായിട്ട് വെച്ച് കെട്ടിയില്ലെങ്കിൽ ചീഞ്ഞ് നാറും. അങ്ങനെ ചീഞ്ഞുള്ള ഈ നാറ്റത്തിന് പറയുന്ന പേരാണ് നമ്മൾ ഈ വിപരീത വികാരം. കോപം, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം. ഇത് നമ്മുടെ മുറിവുകൾ, നമുക്കെന്നോ ഏറ്റ വ്യക്തിത്വത്തിൻ്റെ മുറിവുകൾ ചീഞ്ഞു നാറുക. അപ്പോൾ അവിടേക്ക് പരിശുദ്ധാത്മാവാകുന്ന തൈലം ഇറങ്ങി വരണമെങ്കിൽ അഹങ്കാരമുള്ളിടത്ത് എളിമ. അതിനാണ് യേശുക്രിസ്തു എന്ത് ചെയ്തത്? ശിഷ്യന്മാരെ അപ്പം കൊടുക്കുന്നതിന് മുമ്പ് പാദം കഴുകിയിട്ടാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഒരു വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ് പാദം കഴുകുന്ന എളിമയോടുകൂടി വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളിലൊന്ന്, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് വൈരാഗ്യം വെച്ച് പുലർത്തുന്ന വ്യക്തികളുണ്ട് അവിടെ, മിണ്ടുകയില്ല അവരുമായിട്ട്. ഇന്ന് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവരെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കണം, സുഖമായിട്ടിരിക്കുന്നു, എന്നാ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ ബന്ധം നേരെയാക്കണം. മനസ്സിലായോ? പിണക്കമുള്ള ആളുകളുമായിട്ട് നമ്മൾ പോയി സംസാരിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ പ്രിയമുള്ളവർ. നമ്മൾ പോയി സംസാരിക്കണം. നമുക്ക് ഈ ഇച്ചിരി നഷ്ടങ്ങളൊക്കെ സഹിച്ചാലും പ്രിയമുള്ളവരെ ബന്ധങ്ങൾ നേരെയാക്കുക എന്ന് പറയുന്നൊരു വലിയ സംഭവമാണ്. ഞാൻ ഈ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് പറയാം, എൻ്റെ അപ്പനെ വെടിവെച്ച് കൊന്നതാണ്. 16-ാമത്തെ വയസ്സിൽ പോലീസുകാരനായിരുന്നു. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആദ്യം നടത്തിയ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എൻ്റെ അപ്പനെ വെടിവെച്ച് കൊന്ന വ്യക്തിയോട് ഒരു ഉപാധികളുമില്ലാതെ ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ഈ മനുഷ്യനെ കണ്ടാൽ ആ മനുഷ്യനോട് ഞാൻ പറയും, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ അതിനുശേഷം സെൻട്രൽ ജയിലിലും മറ്റ് ജയിലുകളിലൊക്കെ പോയപ്പോൾ ഈ ചെറുപ്പക്കാരനെ അന്വേഷിച്ചിട്ടുണ്ട് അവിടെ. അപ്പോഴേക്കും പുള്ളി ജയിലിൽ ആടിപ്പോയി. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മൾ ക്ഷമിക്കുന്നതോടുകൂടി നമുക്ക് ഹീലിംഗ് കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ദൈവസ്നേഹം കടന്നു വരണം. അപ്പോൾ അബ്രഹാമിൽ ഈ ആഴമായ ദൈവസ്നേഹം വന്നു, മോശയിലേക്ക് ഈ ദൈവസ്നേഹം ഇറങ്ങി വന്നു, ദാനിയേലിലേക്ക് ഈ ദൈവസ്നേഹം ഇറങ്ങി വന്നു. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ എല്ലാം പ്രത്യേകത, അവരെല്ലാം സ്നേഹം സ്വീകരിക്കാൻ തക്കവണ്ണം ശുദ്ധ മനസാക്ഷിയുള്ള, കർത്താവ് പറഞ്ഞ ശരി, അവരെ ഉപയോഗിച്ചാണ് കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അവസാനം പരിശുദ്ധ അമ്മയെ ദൈവം തിരഞ്ഞെടുത്ത്. അമ്മയുടെ പ്രത്യേകത എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? മനസാക്ഷിയുടെ ശുദ്ധത. അതുകൊണ്ട് നമ്മൾ പാടുന്നത്, ശുദ്ധത തിങ്ങും കന്യകയേ മർത്തമറിയം മാതാവേ,
കന്യകമറിയ മേയമ്മേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ. കൊണ്ടാണ് മാലാഖ ഇറങ്ങി വന്നത്, കൃപ നിറഞ്ഞവളേ നിനക്ക് സമാധാനം. എന്താ കൃപ എന്ന് ഞാൻ പറഞ്ഞു. എന്താ കൃപ? നമുക്ക് ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, അർഹിക്കാത്ത കുറേ, നമുക്ക് അർഹതയില്ല. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്വന്തമാക്കണമെന്നൊക്കെ പറഞ്ഞ് മേടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ മേടിക്കാൻ പറ്റുന്ന സംഭവമാണോ? ഇല്ല. സ്വന്തമാക്കാൻ അർഹതയുള്ള കേസല്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കെന്താ അവകാശം? സൗജന്യമായിട്ട് കിട്ടുന്നത്. സൗജന്യമാണ്. വിലയ്ക്ക് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. വില കൊടുത്ത് ഒരാൾ മേടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിൻ്റെ മനസാക്ഷി ശുദ്ധമല്ലെന്ന് പറഞ്ഞു. ഇത് സൗജന്യമാണ്. സൗജന്യം പറ്റിയൊരു മാനസികാവസ്ഥയുണ്ട്. മുമ്പ് ഒരു ഭിക്ഷക്കാരൻ ഇങ്ങോട്ട് വന്നു. തിരുമേനിയുണ്ടോ ഇവിടെ? ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേര്. ഭിക്ഷക്കാരനാണ്. ഞാനൊന്ന് വന്നിട്ടൊരു ഭിക്ഷക്കാരനാണെന്നോ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേര്. ഉടനെ എൻ്റെ കൂടെയുള്ള പയ്യൻ പറഞ്ഞു, തിരുമേനിയെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി, അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെല്ലും, ഒരു പിച്ചക്കാരൻ. എന്താ? അല്ല, എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. എൻ്റെ പണി പോയി നോക്കാൻ പറയും. എന്നെ നീ വല്ല ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിക്കും, എന്നെ വല്ല ഏൽപ്പിച്ചിട്ടുണ്ടോല്ലോ. ഇതാണ് ഭിക്ഷ സ്വീകരിക്കുന്നത്. സൗജന്യം സ്വീകരിക്കാൻ അവന് കഴിവുണ്ടോ? ഇല്ല. അവൻ അതിനുള്ള അർഹതയില്ല. സൗജന്യം മേടിക്കാനുള്ള അർഹത. സൗജന്യം മേടിക്കണമെങ്കിൽ ഒരു നിപ്പുണ്ട്. വന്നു നിന്നു, അർഹതയില്ല. അവൻ്റെ നിപ്പും അവൻ്റെ ഭാവവും മട്ടും കണ്ടപ്പോൾ എന്നാലും എന്തോരം നമ്മുടെ ചങ്കിനകത്തോണ്ടെങ്കിൽ വിഷമം കയറുക. ഒരിക്കൽ ഒരു പെൺകുട്ടി ഇവിടെ കയറി, BSc നേഴ്സാണ്, രാമപുരംകാരിയാണ്. അവൾ പൈസയ്ക്കൊന്നും വന്നതല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. എന്നെ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഞാൻ ചോദിച്ചു, എനിക്ക് എന്ത് പറ്റി? ഞാനൊരു BSc നേഴ്സാണ്. അപ്പൻ രോഗിയായിട്ട് കിടക്കുന്നു, അമ്മ രോഗിയായിട്ട് കിടക്കുന്നു, ആങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റിയ സാഹചര്യമല്ല വീട്ടിൽ. അതുകൊണ്ട് ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല, അമ്മയെ നോക്കി നിൽക്കുക. തീരെ നിവൃത്തിയില്ലാതെ ഭയങ്കര വിഷമിച്ചപ്പോൾ എവിടെ ഒരു പള്ളിയുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. സത്യത്തിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചങ്കിനകത്ത് വല്ലാത്തൊരു വിഷം, അവളുടെ മുഖഭാവവും സത്യത്തിലെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ട് ആകപ്പാടെ വിഷമായി. ഞാൻ പറഞ്ഞു, ഓഫീസിൽ പോയി ഒരു ആപ്ലിക്കേഷൻ മേടിച്ചോളാൻ പറഞ്ഞു. നമ്മൾ ആദ്യം കൊടുക്കുന്നത് പൈസയല്ല, ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷനൊക്കെ ശരിയായിട്ടൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് വന്നാൽ അതിൻ്റെ അടുത്ത് അർഹതയുണ്ടെന്നാണല്ലോ. ആപ്ലിക്കേഷനൊക്കെ മേടിച്ചെങ്കിലും ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ആ സ്ത്രീക്ക് നമ്മുടെ ദശാംശം എടുത്ത് മാറ്റി വെക്കുന്നു, അതിനകത്തുനിന്ന് ഒരു തുകയും കൊടുക്ക്. ഉടനെ അച്ഛൻ പറഞ്ഞ്, വരുമാനം ഉണ്ടായാലല്ല ദശാംശം ഉണ്ടാകത്തുള്ളൂ. എനിക്കൊരു മാസം വരുമാനം ഉള്ളതിൽ നിന്ന് ദശാംശം എടുത്ത് നോക്കേണ്ടത്. ആ മാസം ഒരു വരുമാനവും ഇല്ലായിരുന്നു, പിന്നെ ഇവിടുന്ന് ദശാംശം കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഓഫീസിൽ നിന്ന് ഒരു 5000 രൂപ മേടിച്ച് കൊടുത്ത് ഇവിടെ ഓഫീസിൽ വന്ന 5000 രൂപ മേടിച്ച് ആ പെണ്ണിന് കൊടുത്ത്. സത്യത്തിൽ പ്രിയമുള്ളവരെ, അവൾ ആ പണം ആവശ്യപ്പെട്ടില്ല. അവളുടെ നിപ്പും പാപവും എല്ലാം കണ്ടപ്പോൾ അർഹതപ്പെട്ടതാണെന്ന് എനിക്ക് തന്നെ അങ്ങ് തോന്നിയിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഞാനെടുത്ത് അങ്ങോട്ട് കൊടുത്ത്. ഇതാണ് സൗജന്യം പറ്റാനുള്ള യോഗ്യത അവൾക്കുണ്ടായിരുന്നത്. അന്ന് മാത്രമല്ല, പിന്നീട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പെണ്ണിന് ഓർക്കും. അവസാനം ഞാൻ പറഞ്ഞ്, എല്ലാ മാസവും അവളിനി എങ്ങാനും പട്ടിണിയാണ് കിടന്നത്. നമ്മുടെ മുമ്പിൽ വന്നൊരു പെൺകുട്ടി അവരുടെ കുടുംബത്തിൽ ഭക്ഷണം കഴിക്കാതെ, അവൾ മെലിഞ്ഞായിരിക്കും, തീരെ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് മനസ്സിലായി. ഞാൻ എല്ലാ മാസവും ഇവിടുന്ന് ഒരു ഭക്ഷണത്തിനുള്ള സാധനം ഒരു സഞ്ചിക്കകത്താക്കി ഇവിടുത്തെ ഒരു ശുശ്രൂഷകരുടെ കൊടുത്ത് രാമപുരത്ത് കൃത്യമായിട്ട് വിടും. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ശുശ്രൂഷകൻ അതങ്ങ് ഏറ്റെടുത്ത്, ഞാൻ ഇനി പൈസയൊന്നും തരണ്ട, ഞാൻ എല്ലാ മാസവും 1000 രൂപയുടെ സാധനം 2000 രൂപയുടെ സാധനം മേടിച്ച് ഞാനവിടെ കൊണ്ട് കൊടുത്തോളാം, കാറെ കൊണ്ട് കൊടുക്കുക. കണ്ടോ, സൗജന്യം പിടിച്ചു പറ്റാൻ കഴിവുള്ള മാനസികാവസ്ഥ. ഇതുപോലെ ഇത് മനുഷ്യൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർമ്മയും മറവിയൊക്കെ ഉള്ളവരാ. ദൈവത്തിന് ഇങ്ങനെയൊന്നുമില്ല, മറവി ഒന്നുമില്ല. സൗജന്യം പറ്റാൻ പറ്റിയ മാനസികാവസ്ഥയിൽ നിൽക്കുന്നവന് എല്ലാം കൂടി എടുത്ത് കർത്താവ് അങ്ങോട്ട് കൊടുക്കും. വേണ്ടിയതെല്ലാം, എന്തെല്ലാം വേണോ അത് മുഴുവൻ എടുത്തു തരും. വേണമെങ്കിൽ
തൻ്റെ പൈതൃക സ്ഥാനം കൂടെ നൽകുമെന്ന് അബ്രഹാമിനെ പഠിപ്പിച്ചില്ലേ? അവസാനം ഇതാ ദൈവം പോലും ഇറങ്ങി വന്ന് ഒരിക്കൽ മോശയുടെ അടുക്ക നിൽക്കുമ്പോൾ മോശ ചോദിച്ചു, സാർ ആരായിരുന്നു ഈ തീക്കകത്ത് നിൽക്കുന്ന? ആരാ തീ കത്തിക്കൊണ്ടിരിക്കുന്ന? അതിനകത്തുനിന്നൊരു സ്വരം, ആളെ കാണാൻ മേല. സാർ ആരായിരുന്നു ഈ തീക്കകത്ത്? ദൈവം പറഞ്ഞ്, നിൻ്റെ പിതാക്കന്മാരുടെ ദൈവം, ഞാൻ നിൻ്റെ അബ്രഹാമിൻ്റെ ദൈവമാണ്. ഭൂമിയിൽ ദൈവം പരിചയപ്പെടുത്തിയപ്പോൾ ഈ മനുഷ്യൻ്റെ പേരിലാണ് ദൈവം ഇവിടെ അറിയപ്പെടുന്നത്. ഞാൻ എൻ്റെ അബ്രഹാമിൻ്റെ ദൈവമാണ്, ഇസഹാക്കിൻ്റെ ദൈവമാണ്. ബലിപീഠത്തിൽ എനിക്ക് വേണ്ടി കയറ് കെട്ടപ്പെട്ടിട്ട മനുഷ്യൻ, അവൻ്റെ ദൈവമാണ് ഞാൻ. യാക്കോബിൻ്റെ ദൈവമാണ്. സഹോദരൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞ യാക്കോബുണ്ട്, പശ്ചാത്തപിച്ച് കരഞ്ഞവൻ. താൻ കളിപ്പിച്ച സഹോദരൻ ഏശാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി 7 പ്രാവശ്യം മുട്ടുകുത്തി നിന്നുകൊണ്ട് ഏശാവെന്ന് പറയുന്ന സഹോദരനോട് മാപ്പ് ചോദിച്ചവൻ, അതാണ് യാക്കോബ്. 7 പ്രാവശ്യം നിലം പറ്റ മുട്ടുകുത്തിയിട്ടാണ് ഏശാവിൻ്റെ മുമ്പിൽ ചെന്നത്. ഏശാവ് ചോദിച്ചു, നീ എന്തിനാണ് ഈ ആട്ടിൻ പറ്റത്ത് എനിക്ക് അയച്ചത്? അങ്ങയുടെ പ്രീതി നേടാൻ വേണ്ടി. എനിക്കിതെല്ലാം ഉണ്ടറാ, നീ എന്നെ കളിപ്പിച്ചെങ്കിലും എനിക്ക് ആവശ്യത്തിനുള്ളത് കിട്ടി, എനിക്ക് വേണ്ട നിൻ്റേത്. എന്നിട്ടാ ഏശാവ് എന്ത് ചെയ്യുന്നു പറയും? യാക്കോബിനെ കെട്ടിപ്പിടിച്ച്. കണ്ടോ, ഏശാവ് അത്ര നല്ലവനൊന്നും അല്ലായിരുന്നു, യാക്കോബ് അത്രയും നല്ലതല്ല, കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇതുങ്ങളങ്ങോട്ട് കെട്ടിപ്പിടിച്ച് തമ്പുരാൻ മേളിൽ നിന്നുകൊണ്ട് കൈയടിച്ച്. പിതാവായ ദൈവം കൈയടിക്കുന്ന കണ്ടപ്പോഴത്തേന് പുത്രനായ ചോദിച്ചു, എന്നാ ഇവിടെ വിഷയം? അവിടെ നോക്കാൻ പറഞ്ഞു. പുത്രനും പരിശുദ്ധാത്മാവെല്ലാം കൈയടിക്കുന്നു. ഉടനെ വിശുദ്ധന്മാരെല്ലാം എഴുതിയിട്ട് എന്നാ വിഷയം? മാലാഖമാരൊക്കെ നോക്കുമ്പോൾ ഏശാവും യാക്കോവും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഭയങ്കര കയ്യടി, സ്വർഗം കയ്യടിച്ച്. അപ്പോൾ പ്രിയമുള്ളവർ ഓർക്കുക, ദൈവസ്നേഹം അനേകം വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി. അവസാനം പരിശുദ്ധ അമ്മയുടെ ശുദ്ധ മനസാക്ഷി കണ്ട് ദൈവം നേരെ ഇറങ്ങി വന്നു, കുഞ്ഞാടിറങ്ങി വന്നു, വചനം മാംസമായി തീർന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് അമ്മയിലേക്ക് വസിച്ചു, അമ്മയിൽ നിറഞ്ഞു. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് കന്യകമറിയാമിൽ വന്നത് അതേപോലെ തന്നെ നമ്മളിലും വരാൻ ആഗ്രഹിക്കുന്നു. നമ്മളിൽ വചനം മാംസമാകാൻ, നമ്മുടെ മാംസം എടുത്ത് കർത്താവ് വചനം മാംസമാകാൻ ആഗ്രഹിക്കുന്നു. വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ. ശരീരത്തിൽ പീഡനം വെക്കേണ്ടി വരും, കഷ്ടതകൾ സഹിക്കേണ്ടി വരും, വേദനകൾ സഹിക്കേണ്ടി, പക്ഷേ നിങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഒഴുകും. ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം അപ്പോസ്തലന്മാരുടെ മേൽ ഇറങ്ങി വന്ന് അവരുടെ ചങ്കിലേക്ക് ഇറങ്ങിയിട്ട് നിറഞ്ഞു. അതോടുകൂടി പത്രോസ് അപ്പോസ്തലൻ ഒരു പ്രസംഗം. കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം ചെയ്ത പരിപാടി എന്താണ്? ഇടി കൊള്ളുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞ്, ഏതാ യേശു ക്രിസ്തു? ഏതാണവ യേശു? ഏത് യേശു? ആ യേശുവാണ്, ഈ യേശുവാണ് എന്നൊക്കെ ചോദിച്ച പത്രോസ് പറഞ്ഞ്, നിങ്ങൾ തൂക്കിക്കൊന്ന യേശുവില്ലേ? ഞങ്ങളുടെ ദൈവ. ഇന്നലെ തൂക്കിക്കൊന്ന ഒരാളെക്കുറിച്ച് യഹൂദൻ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ തൂക്കിക്കൊന്നില്ലേ ഒരു മനുഷ്യനെ 33-ാമത്തെ വയസ്സിൽ? ആ യേശു ഞങ്ങളുടെ ദൈവമാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമമില്ല, യേശു എന്ന നാമമല്ലാതെ. ചങ്കിടിച്ച് യഹൂദരുടെ. ഇതാണ് ദൈവസ്നേഹം ഉള്ളിൽ നിറഞ്ഞവൻ്റെ ചൈതന്യം. അവൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയാകും, അവൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയാകും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ പോകുന്നിടത്തെല്ലാം യേശുവിൻ്റെ സാക്ഷിയാകണം. അതിനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് തരും. ഉദാഹരണത്തിന് നമ്മൾ പരീക്ഷയെല്ലാം പാസ്സായി, IELTS ഒക്കെ പാസ്സായി പോകാറായി. അപ്പോഴാണ് ഒരു കള്ള സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാ കള്ള സർട്ടിഫിക്കറ്റ് വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ, അവസാനം എന്നാൽ ഇരിക്കട്ടെ, ഇതല്ല വേറെ മാർഗമുണ്ടോ, നമ്മളത് മേടിക്കും. കണ്ടോ, ഇവിടെ എത്ര പേര് എൻ്റെ അടുത്ത് പറയുന്നത്, ഈ പാലിയേറ്റീവ് സെൻ്ററിലെ ഒരിക്കലും ഒരു അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് പാലിയേറ്റീവ് സെൻ്ററിൽ കുറച്ച് ദിവസം ശുശ്രൂഷ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം. നമ്മൾ നല്ല കാര്യമല്ലേ. ഒരു ദിവസം വന്നേച്ച് പിന്നെ അങ്ങോട്ട് വന്നില്ല.
ഒരു 10-25 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞ് എനിക്ക് 25 ദിവസത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. അച്ഛൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് തന്നെ 25 ദിവസത്തെ കൊടുക്കാമല്ലോ. ഇപ്പോൾ തൽക്കാലം 1 ദിവസത്തെ കൊടുക്കുക, ബാക്കി 24 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 24 ദിവസത്തെ കൊടുക്കുക. പിറ്റേ ദിവസം അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാനിങ്ങനെ പാലിയേറ്റീവ് സെൻറ്ററിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം, MSW പഠിച്ചുകൊണ്ടിരിക്കാൻ സാർ. ഞാൻ പറഞ്ഞു ഞാനത് അച്ഛനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ശുശ്രൂഷിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ, ഓക്കെ. 25 ദിവസത്തെയാണ് വേണ്ടി. ഞാൻ പറഞ്ഞു പിന്നെ ഇതിനെ 25 ദിവസത്തെ തന്നെ തരാം, പക്ഷേ 25 ദിവസവും പണി ചെയ്യണം. എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു പോയി. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറയും തരികയില്ല, നിങ്ങൾ പണി ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. ഒത്തിരി പേർക്ക് എന്നോട് പിണക്കാൻ പറയുകയാണ്. അപ്പോൾ സത്യം കാണിക്കണം, സത്യസന്ധമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമുക്ക് ദൈവസ്നേഹം എന്നറിയണം. ദൈവസ്നേഹം ഇത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത്. നിങ്ങളുടെ ചങ്ക് തുറന്നു കൊടുക്കാതെ ഇത് കിട്ടത്തില്ല. കപടന്മാരുടെ ഹൃദയത്തിൽ ഇത് കയറുകയില്ല, ശുദ്ധ മനസാക്ഷിയുള്ളവരുടെ ഹൃദയത്തിലേക്ക് കയറും. അതുകൊണ്ട് ധ്യാനം കൂടി എന്ന് വിചാരിച്ച് എല്ലാവരുടെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയണമെന്നില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് അകത്തേക്ക് കയറണമെങ്കിൽ, അഭിഷേകം ചെയ്യണമെങ്കിൽ ഇത് വേണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, സമയം തീർന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുക അഭിഷേകത്തിനായി.